ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇമ്മ്യൂണോളജിയാണ്. അതായത് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് 10 മാർക്സ് മൈക്രോബയോളജിയിൽ നിന്ന് ചോദിക്കുന്ന ഒരു പോർഷനാണ്. ഞാനിത് പഠിക്കുമ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി ഫിസിയോളജിയിൽ പഠിച്ചതായിട്ടും അതുപോലെ തന്നെ നമ്മൾ 12th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതായിട്ടും നിങ്ങൾക്ക് തോന്നുന്നല്ല, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ us ടു ലേൺ. ഓക്കെ. സോ ഇമ്മ്യൂണോളജി ഇസ് ഓൾ അബൌട്ട് ഇമ്മ്യൂണിറ്റി, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇവിടെയാണ് ഈ അഗ്ലൂട്ടിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. സോ ഫസ്റ്റ് വിത്തൗട്ട് എക്സാജറേറ്റിംഗ് ഐ ജസ്റ്റ് മൂവിങ് ടു ദിസ് പോർഷൻ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇമ്മ്യൂണിറ്റി. അപ്പം ഞാനൊരു ഇമ്മ്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അതെ, നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മൾ പറയാറില്ലേ, നിനക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ട് പക്ഷെ എനിക്ക് അത്രയില്ല. അതായത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹോസ്റ്റലിൽ നിൽക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 2 ഒരു റൂമിൽ 6-7 പേരുണ്ട്. അതിൽ 6 പേർക്കും ഒരു അസുഖം പിടിച്ചാൽ ആ 7ാമത്തെ ആൾക്ക് അസുഖം എങ്ങനെ വന്നാലും പിടിക്കില്ല. കാരണം എന്താ? ആളുടെ ഇമ്മ്യൂണിറ്റി പവർ കാരണം. അപ്പോൾ the term immunity as resistance exhibited by the host against any foreign antigen including any microorganism. അപ്പോൾ the term immunity എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്റ്റ് എക്സിബിറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് പറയുന്നത്. അത് ഏതെങ്കിലും ഫോറിൻ ആൻറ്റിജൻ, ഏതെങ്കിലും വൈറസ് ആവാം, ഫംഗി ആവാം, അല്ലെങ്കിൽ എന്ത് തന്നെ ആവട്ടെ, അതിനോട് നമ്മൾ പൊരുതുന്നു. ഓക്കെ. ദ റെസിസ്റ്റൻസ് പ്ലേ എ മേജർ റോൾ ഇൻ പ്രിവെൻഷൻ ഓഫ് ഇൻഫെഷ്യസ് ഡിസീസ്. ഈ ഒരു പ്രതിരോധ ശക്തി കാരണമാണ് നമുക്ക് പല അസുഖങ്ങളും പിടിക്കാതെ നമ്മൾ ഇങ്ങനെ രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ. ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷനൊക്കെ ഉള്ള ആൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ അവിടെ? അങ്ങനെ വരുമ്പോൾ ഒബ്വിയസ്ലി എന്താ അവിടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് ആൾക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി. 3 ടൈപ്പ് ഇമ്മ്യൂണിറ്റി ആണുള്ളത്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഇന്നേറ്റ്. ഇന്നേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സ്വന്തം ഇമ്മ്യൂണിറ്റിയാണ്. പിന്നെ അക്യൂർഡ്, നമ്മൾ ജനിക്കുമ്പോൾ തൊട്ടേ ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ളതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലൈഫ് ലോങ് നമ്മൾ തന്നെ നേടിയെടുക്കുന്നതും മിസ്റ്റലീനിയസ്. ആ ഒരു ഇമ്മ്യൂണിറ്റി നമ്മൾ ലാസ്റ്റ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഒരു 10 സ്ലൈഡാണ് ഇന്നിവിടെ നോക്കുന്നത്. ഓവറായിട്ട് എടുത്താൽ നിങ്ങൾക്കും ബോറടിക്കും, അതുപോലെ തന്നെ നിങ്ങൾ ആ വീഡിയോ കാണത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഇസ് ഓൾ അബൌട്ട് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് വെരി ഈസി. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? ഓക്കെ. ഇൻഡിവിജ്വൽ പോസസ് ബൈ ബർത്ത് ബൈ വിർച്യൂ ഓഫ് ഹിസ് ജനറ്റിക് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കപ്പ്. അപ്പോൾ അതായത് നമുക്ക് ജനിക്കുമ്പോൾ തൊട്ട് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, എൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കില്ല വേറൊരാൾക്ക്, നമുക്ക് ജനിക്കുമ്പോൾ തൊട്ടേ കിട്ടുന്നൊരു ഇമ്മ്യൂണിറ്റിയാണ്. പക്ഷെ അതും പറഞ്ഞ് ഇന്നൊരു ഇമ്മ്യൂണിറ്റി സ്പെസിഫിക് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊറോണ വൈറസ്, ആ ഒരു കൊറോണ വൈറസ് വരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നമ്മുടെ കയ്യിലില്ല. ആസ് എ ഹോൾ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് ഉള്ളത്. ഓക്കെ. ഇതൊരു നോൺ സ്പെസിഫിക് ആണ്. ഇന്നൊരു സ്പെസിഫിക് ആയിട്ടില്ല, ഒരു ഓവറോൾ ഇമ്മ്യൂണിറ്റി നമുക്ക് തരാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ അതിനെ മാക്രോഫേജസ് അതിനെ എന്താ പറയുക, അതിനെ നശിപ്പിച്ച് കളയാനായിട്ടൊക്കെ ഈ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ജനിക്കുമ്പോൾ തൊട്ട് ഉള്ളൊരു ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ടൈപ്പ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി, ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി, ദെൻ റേഷ്യൽ ഇമ്മ്യൂണിറ്റി, റേഷ്യൽ ഉണ്ട്, സ്പീഷ്യസ് ഉണ്ട്, ദെൻ ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി. ഓക്കെ. ഫസ്റ്റ് വൺ സ്പീഷ്യസ്, സെക്കൻഡ് വൺ റേഷ്യൽ ആൻഡ് തേർഡ് വൺ ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ ഇമ്മ്യൂണിറ്റി അതായത് ഈ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ചോദിക്കുമ്പോൾ 10 മാർക്സിന് ചോദിക്കുമ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റീനെ പറ്റി എഴുതുക, അതുപോലെ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറയുക, ആൻഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് എഴുതുക, 3 ടൈപ്സ് എഴുതുക. ആൻഡ് ഫസ്റ്റ് ഈസ് ഓൾ അബൌട്ട് സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി. refers to the resistance to a pathogen shown by all member of a particular species. അതായത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഒരു സ്പീഷ്യസ് ആണ്. ഓക്കെ. ആനിമൽസ് ഒരു സ്പീഷ്യസ് ആണ്. എക്സാമ്പിൾ, ബി ആന്ത്രാക്സ് ഇൻഫെക്ട്സ് ഹ്യൂമൻ ബീങ്സ് ബട്ട് നോട്ട് ചിക്കൻ. അതായത് ആന്ത്രാക്സ് ആരെയാണ്? ഹ്യൂമൻ ബീങ്സിനെ മാത്രമാണ്
ഇൻഫെക്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ചിക്കൻ അല്ലെങ്കിൽ ആട്, കോഴി അതിനെയൊന്നും ഇൻഫെക്റ്റ് ചെയ്യത്തില്ല. അതായത് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ റാബിറ്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന അസുഖം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവത്തില്ല. അതാണ് സ്പീഷ്യസ്. അത് എന്തുകൊണ്ടാണെന്നൊന്നും നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, സ്റ്റഡീസ് പോകുന്നുണ്ട്. The physiological and biochemical difference between tissues of different host species may be different. അതായത് നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കപ്പ് പോലെയല്ലല്ലോ ഒരു ആനിമലിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കപ്പ്. പല ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ അത് കാരണമായിരിക്കാം. പക്ഷെ അത് ക്ലിയർ ആയിട്ടും മനസ്സിലായിട്ടില്ല. അതാണ് സ്പീഷ്യസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓൾ അബൌട്ട് റേഷ്യൽ ഇമ്മ്യൂണിറ്റി. അതായത് കളർ ബേസ് ചെയ്ത് വിത്തിൻ വൺ സ്പീഷ്യസ് ഡിഫറെൻറ്റ് റേസസ് മേ എക്സിബിറ്റ് ഡിഫറെൻറ്റ് ഇൻ സസെപ്റ്റബിലിറ്റി ഓർ റെസിസ്റ്റൻറ്റ് ടു ഇൻഫെക്ഷൻ. അതായത് റേഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഷീപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അൽഗേരിയൻ ഷീപ്പ് ഈസ് ഹൈലി റെസിസ്റ്റൻറ്റ് ടു ആന്ത്രാക്സ് വിച്ച് ഇസ് എ കോമൺ ഡിസീസ് ഓഫ് അതർ റേസ് ഓഫ് ഷീപ്പ്. പക്ഷേ അതായത് ആന്ത്രാക്സ് എന്ന് പറയുന്നത് എല്ലാ ആടുകൾക്കും വരുന്നൊരു ഡിസീസാണ്. പക്ഷെ അൽഗേറിയൻ ഷീപ്പിന് അത് വരത്തില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ നീഗ്രോസ് ആർ മോർ സസെപ്റ്റബിൾ ടു TB ആട്ടോ. ട്യൂബർകുലോസിസ് ആണ്, ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ട്യൂബർകുലോസിസ് ആണ് കേട്ടോ. അതായത് അമേരിക്കൻ നീഗ്രോസിന് എന്താണ് കൂടുതലായിട്ട് ഈ ഒരു ഇത് വരാനായിട്ട് ചാൻസ് ഇല്ല. പക്ഷെ വൈറ്റ് അമേരിക്കൻസിന് വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയുള്ളതാണ് ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ. അതായത് ഒന്നുമില്ല, എൻ്റെ ഇമ്മ്യൂണിറ്റി ആയിരിക്കില്ല നിങ്ങൾക്കുണ്ടാവുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കും ഉള്ളത്. ഇനി ജനറ്റിക് ബേസ് ഓഫ് ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി ഈസ് എവിഡൻറ്റ് ഫ്രം ഒബ്സർവേഷൻ ദാറ്റ് homozygous twins exhibit similar degree of susceptibility to TB but not seen in heterozygous. അതായത് ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫിക്കൽ ട്വിൻസ് ആണ്. അവർക്ക് എന്താണ്, അവർക്ക് സിമിലർ ഡിഗ്രി ഓഫ് സസെപ്റ്റബിലിറ്റി ആണ് ഉള്ളത്. പക്ഷേ ഹെട്രോസൈഗസിനല്ല. അതായത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഹോമോസൈഗസ് എന്ന് പറയുമ്പോൾ ഐഡന്റിക്കൽ ആണ്, അവിടെ എല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇമ്മ്യൂണിറ്റി. അതായത് പ്രതിരോധ ശക്തി പല ഫാക്ടേഴ്സും കൊണ്ടും അതെന്താണ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഫസ്റ്റ് ഏതാണ്, ഏജ്, പിന്നെ ഹോർമോൺ, ന്യൂട്രീഷൻ. ഏജ്, ടു എക്സ്ട്രീം ഓഫ് ലൈഫ്, ഫീറ്റസ് ആൻഡ് ഓൾഡ് പേഴ്സൺ carry higher susceptibility to various infections. In fetus, the immune system is immature, where in old age there is gradual warning of immune response. Okay, chicken pox and poliomyelitis is severe in adults. അതായത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കുഞ്ഞി ഫീറ്റസിനും അതുപോലെ തന്നെ ഓൾഡർ ഏജിനും ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. പക്ഷെ അതിൻ്റെ ഇടയിലുള്ളവർക്ക് നല്ല ഇമ്മ്യൂണിറ്റിയാണ്. ഇനി ഹോർമോൺസ്. Certain hormone disorders such as diabetic mellitus, adrenal dysfunction and hypothyroids enhance susceptibility to infection. അതായത് വേറൊരു ഡിസീസ് കണ്ടീഷൻ വഴി നമ്മുടെ പ്രതിരോധ ശക്തി പോകുന്നു. ഓക്കെ, Streptococcus sepsis is more common in diabetes, may be associated with increased carbohydrate in tissue. പിന്നെ ന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചാലാണ് നമുക്കത് നല്ലപോലെ എന്താണ് അത് ഇതുണ്ടാവാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി മെക്കാനിസം ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നമുക്കറിയാം നോർമൽ ബാക്ടീരിയ ഫ്ലോറ ഇസ് ദെയർ ഇൻ സ്കിൻ. നമ്മുടെ ബോഡിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പല ബാക്ടീരിയാസും ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ എപ്പിത്തീലിയ എന്ന് പറയുന്നത് എന്താണ്, ഔട്ടർ സർഫസ് ഓഫ് ദ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദ സ്കിൻ ആണ്. അപ്പോൾ അവിടെ എന്താണ് സെബേഷ്യസ് സെക്രീഷൻസ് ഉണ്ട്. സ്കിൻ ഓൺലി ആക്ട് ആസ് എ മെക്കാനിക്കൽ ബാരിയർ ടു മൈക്രോ ഓർഗാനിസം ബട്ട് ഓൾസോ പ്രൊവൈഡ് ബാക്ടീരിയസൈഡൽ secretion. High concentration of salt in drying sweat. Then respiratory tract. Inhaled particles arrested in nasal passage by cilia by coughing and sneezing. അതായത് നമ്മൾ എയറിൽ എന്താ ഓക്സിജൻ മാത്രമല്ല വേറെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സീലിയ എന്താണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനൊക്കെ ട്രാപ്പ് ചെയ്യും. അതൊരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, സ്കിന്നിൽ ആണെങ്കിലും അങ്ങനെ തന്നെ ഒത്തിരി ഡ്രൈ, അതായത് സ്വെറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഒത്തിരി ഓർഗാനിസംസ് ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻഡസ്ട്രിയൽ ട്രാക്ട്, സലൈവ ഫോമാണ്. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, എന്തെങ്കിലും ഓർഗാനിസം വൈറൽ വന്നാൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നോർമൽ ബാക്ടീരിയ ഫ്ലോർ ഓഫ് ഇൻഡസ്റ്റൈൻ. പിന്നെ കൺജക്റ്റീവ, ടിയേഴ്സ്, അതായത് നമ്മൾ കണ്ണീര് നമ്മൾ കരയുമ്പോൾ നമുക്ക് ഒരു മേജർ ഡസ്റ്റ് ബാക്ടീരിയ ഒക്കെ അവിടുന്ന് എന്താ പറയുക അവിടുന്ന് നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ബാലൻസ് നമുക്ക്
അടുത്ത ക്ലാസ്സസിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ ജെനറ്റോ യൂറിനറി ട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ജെനറ്റോ യൂറിനറി ട്രാക്റ്റ്, അപ്പോൾ നമുക്കറിയാം the acidic pH, നമുക്കറിയാം acidic pH of vagina ഫീമെയിൽസിലാണ് ഉള്ളത്. ഏതാണ്? the acidic, അതായത് ജെനറ്റോ യൂറിനറി ട്രാക്റ്റ് അവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. the acidic pH of vagina നമ്മുടെ ബോഡിയിൽ ഇന്നേറ്റ് ആയിട്ട് കോമൺ ആയിട്ടുള്ളതാണ് ഈ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ അസിഡിക് pH of vagina in female due to fermentation of glycogen by lactobacillus. അതായത് ഈ ഒരു വജൈനയിൽ അസിഡിക് pH വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഫെർമെൻറ്റേഷൻ ഓഫ് ഗ്ലൈക്കജൻ. ഡ്യൂ ടു ഫെർമെൻറ്റേഷൻ ഓഫ്, എന്താണ്? ഫെർമെൻറ്റേഷൻ ഓഫ് ഗ്ലൈക്കജൻ. ഈ pH നമ്മുടെ വജൈനയിൽ അസിഡിക് pH വരാനുള്ള മെയിൻ കാരണം എന്തുവാ? ഫെർമെൻറ്റേഷൻ ഓഫ് ഗ്ലൈക്കജൻ. ആര് വഴി? ബൈ ലാക്ടോബാസിലസ്. ആര് വഴി? ലാക്ടോബാസിലസ് ആണ്. നമ്മുടെ, അതായത് ഫീമെയിൽസിൻ്റെ വജൈനയിൽ അസിഡിക് pH ആവാൻ കാരണം എന്താ? ഫെർമെൻറ്റേഷൻ ഓഫ് ഗ്ലൈക്കജൻ ബൈ ലാക്ടോബാസിലസ്. ഓക്കെ, അതുകൊണ്ട് പല ഓർഗാനിസം അവിടെ വന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ബൈ.